إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനായ പരിശുദ്ധ ഇസ്ലാമിൻ്റെ 5 സ്തംഭങ്ങളിൽ 5 തൂണുകളിൽ ഒന്നാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം എന്നുള്ളത്. ഈ 5 തൂണുകൾക്ക് മുകളിലാണ് അള്ളാഹുവിൻ്റെ ദീൻ പടുത്തുയർക്കപ്പെട്ടത്. മഹത്തായ ഹജ്ജ് കർമ്മം എന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ശ്രേഷ്ഠതയുള്ള, വലിയ പ്രതിഫലം അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരു ഇബാദത്താണത്. സാമ്പത്തികമായും ശാരീരികമായും കഴിവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ഭവനമായ പരിശുദ്ധ കഅബയിൽ ചെന്നുകൊണ്ട് ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്നത് അയാളുടെ മേൽ നിർബന്ധമാണ്. അള്ളാഹു പറഞ്ഞു, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈതി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. ആർക്കാണോ സാധ്യമാകുന്നത്, അഥവാ സമ്പത്ത് കൊണ്ടും ആരോഗ്യം കൊണ്ടും, അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ചെന്നുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് കർമ്മം നിർവഹിക്കൽ അവരുടെ മേൽ നിർബന്ധമാണ്. സഹോദരങ്ങളെ, ഹജ്ജ് കർമ്മം എന്നത് അത് മബ്റൂറായ ഹജ്ജായി തിരിച്ചു വന്നാൽ മാത്രമേ ആ ഹജ്ജ് കൊണ്ട് അത് ചെയ്ത ആൾക്ക് ഉപകാരപ്പെടുകയുള്ളൂ. മബ്റൂറായ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. പുണ്യകരമായ മബ്റൂറായ ഹജ്ജിന് സ്വർഗമല്ലാത്ത മറ്റൊരു പ്രതിഫലവും ഇല്ല. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം വാഗ്ദാനം ചെയ്തിരിക്കുന്നു പുണ്യകരമായ മബ്റൂറായ ഹജ്ജ് നിർവഹിച്ച ഒരാൾക്ക്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഒരാൾ വന്ന് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, ഏറ്റവും നല്ല ശ്രേഷ്ഠകരമായ കർമ്മം ഏതാണ്? അവിടുന്ന് പറഞ്ഞു, ഈമാനുൻ ബില്ലാഹി വ റസൂലിഹി, അള്ളാഹുവിലുള്ള വിശ്വാസം, അള്ളാഹുവിൻ്റെ റസൂലിലുള്ള വിശ്വാസം സല്ലല്ലാഹു അലൈഹി വസല്ലം. വീണ്ടും വന്ന വ്യക്തി ചോദിച്ചു, സുമ്മ മാദാ, പിന്നെ ഏതാണ് നബിയെ? അവിടുന്ന് പറഞ്ഞു, അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പോരാട്ടമാണ്. വന്ന വ്യക്തി വീണ്ടും ചോദിച്ചു, സുമ്മ മാദാ, പിന്നെ ഏതാണ് നബിയെ? അവിടുന്ന് പറഞ്ഞു, ഹജ്ജുൻ മബ്റൂർ, മബ്റൂറായ ഹജ്ജാകുന്നു. സഹോദരങ്ങളെ, മബ്റൂറായ ഹജ്ജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നല്ലവരായ മുൻഗാമികൾ, മഹാന്മാരായ ഉലമാക്കൾ വിശദീകരിച്ചു. ഹുവൽ ഹജ്ജുൽ മുതഖബ്ബൽ, പുണ്യകരമായ മബ്റൂറായ ഹജ്ജ് എന്ന് പറഞ്ഞാൽ സ്വീകരിക്കപ്പെട്ട ഹജ്ജ്, അഥവാ എല്ലാ അർത്ഥത്തിലും നന്മകൾ കൊണ്ട് സമൃദ്ധമായ രൂപത്തിലുള്ള ഹജ്ജ്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഹുവല്ലദീ ലാ റിയാഅ ഫീഹി വലാ റഫസ വലാ ഫുസൂഖ വയകൂനു ബിമാലിൻ ഹലാൽ. ഒരു ഹജ്ജ്, ആ ഹജ്ജിൽ റിയാ ഇല്ല, ലോകമാന്യതയില്ല, ഇഖ്ലാസോടുകൂടിയാണ് ഒരാൾ അത് ചെയ്തത്. അതുപോലെ തന്നെ റഫസോ ഫുസൂഖോ സംഭവിച്ചില്ല, അഥവാ ലൈംഗികമായ വല്ല പ്രവർത്തനം, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടൽ, അതുപോലെ തിന്മകളിൽ ഏർപ്പെടൽ, പാപങ്ങൾ ചെയ്യൽ, ഇതൊന്നും ഒരാൾ ചെയ്തില്ല. അതോടൊപ്പം പരിപൂർണമായ ഹലാലായ സമ്പത്ത് കൊണ്ടാണ് അയാൾ ഹജ്ജ് ചെയ്തത്. ഇതാണ് മബ്റൂറായ ഹജ്ജ്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഹുവല്ലദീ ലം യുഖാലിത്ഹു ഇസ്മുൻ, ഒരു നിലക്കും ഒരു തെറ്റും ഒരു വീഴ്ചയും ഒരു പാപവും കൂടിക്കലരാത്ത ഹജ്ജ്. ഇങ്ങനെ മബ്റൂറായ ഹജ്ജ് നിർവഹിച്ചുകൊണ്ട് ഒരാൾ തിരിച്ചു മടങ്ങിയാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, അങ്ങനെയുള്ള ആളുകൾക്ക് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവുമില്ല. സഹോദരങ്ങളെ, സഹോദരിമാരെ, ലോകത്തിൻ്റെ നാനാ ഭാഗത്ത് നിന്നും നമ്മുടെ നാടുകളിൽ നിന്നുമെല്ലാം നമ്മുടെ സഹോദരങ്ങൾ, സഹോദരിമാർ, ഉമ്മമാർ ഹജ്ജ് കർമ്മത്തിനു വേണ്ടി അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് പുറപ്പെട്ടു പോവുകയുണ്ടായി, പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഹജ്ജിന് പോയവരും ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്താൽ ഇനി പോകാൻ ഉദ്ദേശിക്കുന്നവരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അഥവാ എങ്ങനെയാണ് നമ്മുടെ ഹജ്ജ് മബ്റൂറായ ഹജ്ജാക്കാൻ നമുക്ക് സാധിക്കുക, ഒരാളുടെ ഹജ്ജ് എപ്പോഴാണ്, എങ്ങനെയാണ് മബ്റൂറായ ഹജ്ജായി തീരുക എന്നത് 10 കാര്യങ്ങൾ കൊണ്ട്, 10 വിശേഷണങ്ങൾ ഉൾക്കൊണ്ടാൽ അതൊരാൾക്ക് ബിഇദ്നില്ല അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം, അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ സാധിക്കുമെന്നതാണ്. അതിലൊന്നാമത്തത് സഹോദരങ്ങളെ, അൽ ഇഖ്ലാസ്, ഇഖ്ലാസ് തന്നെയാണ്. അള്ളാഹുവിനു വേണ്ടി മാത്രമായിരിക്കുക. ഒരു റിയാഓ സുമഅത്തോ അഥവാ ലോകമാന്യത കലരാത്ത, ആളുകൾ പുകഴ്ത്തി പറയട്ടെ, ഹാജി എന്ന് വിളിക്കട്ടെ, ആ രൂപത്തിലുള്ള ഒന്നും ഒരു ചിന്തയും മനസ്സിലില്ലാതെ റബ്ബിന് വേണ്ടി മാത്രമാണ് എന്ന കറകളഞ്ഞ നിയ്യത്തുമായി എല്ലാ ഇബാദത്തുകളിലും ഇതുണ്ടായിരിക്കണം, പ്രത്യേകം ഹജ്ജിൻ്റെ കാര്യത്തിൽ. കാരണം ഹജ്ജ് എന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമ്പത്തും ശരീരവും കൊണ്ടുള്ള ഇബാദത്താണ്. ഒരുപാട് പ്രയത്നങ്ങളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അങ്ങനെ നിർവഹിക്കുന്ന ഒരു കർമ്മം, ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന കർമ്മം, ഒരുപാട് നടക്കാനുണ്ട്, ഒരുപാട് ഇബാദത്തുകളുണ്ട്. എന്നിട്ടത് പാഴായി പോവുക എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ വലിയ നഷ്ടമാണത്. അതുകൊണ്ട് ഇഖ്ലാസ് കാത്തു സൂക്ഷിക്കുക എന്നത് ഒന്നാമത്തെ കാര്യമാണ്. അള്ളാഹു പറഞ്ഞില്ലേ, വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഹജ്ജും ഉംറയും പൂർത്തീകരിക്കുക. അള്ളാഹുവിന് വേണ്ടി എന്നാണ് അള്ളാഹു എടുത്തു പറഞ്ഞത്. ഒരു നിലക്കും സഹോദരങ്ങളെ ഷിർക്കിൻ്റെ ലാഞ്ചന പോലും കലരാൻ പാടില്ല. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അവിടുന്ന് ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ പറയാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഹജ്ജത്തുൻ ലാ റിയാ ഫീഹാ വലാ സുമഅ. അല്ലാഹുവേ, ഹജ്ജിന് വേണ്ടി ഇതാ ഇഹ്റാമിലായിരിക്കുന്നു. എങ്ങനെയുള്ള ഹജ്ജാണ്? ലാ റിയാ ഫീഹാ വലാ സുമഅ. ഒരാളെയും കാണിക്കാൻ വേണ്ടിയല്ല, ഒരാളുടെയും പുകഴ്ത്തലുകൾ പ്രശംസകൾ കേൾക്കുവാനും വേണ്ടിയല്ല, നിനക്ക് വേണ്ടി മാത്രം, നിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട്. പ്രിയമുള്ളവരെ, ഇത് വലിയ കാര്യമാണ്. നമ്മുടെ എല്ലാ അമലും എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കപ്പെടുക നിയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് ഫസാദായി പോയാൽ, അത് അള്ളാഹു അല്ലാത്തവർക്കായി പോയാൽ, അള്ളാഹു അല്ലാത്തവരെ അതിൽ ഉദ്ദേശിച്ചാൽ ഇത് പൊളിഞ്ഞു പോകും. വലിയ ശിർക്കിൽ നിന്നും ചെറിയ ശിർക്കിൽ നിന്നും ഒരുപോലെ മാറി നിൽക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, നമ്മുടെ നാടുകളിൽ നിന്ന് ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോകുമ്പോൾ എത്രയോ ആളുകൾ ഹജ്ജിൻ്റെ പരിപാടികൾ സംഘടിപ്പിക്കും. ആളുകളെ ക്ഷണിച്ചുകൂട്ടി പുരോഹിതന്മാരെ വിളിച്ചുകൊണ്ടതാ മാല മൗലിദുകൾ, അങ്ങനെയുള്ള ശിർക്കിൻ്റെ വരികൾ പാടിപ്പറയുന്ന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. എന്നിട്ട് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെയുള്ള ജാറങ്ങളിലും മഖ്ബറകളിലും അനുഗ്രഹത്തിനു വേണ്ടി പോയിക്കൊണ്ട് എന്നിട്ട് ഹജ്ജിന് പുറപ്പെട്ടാൽ, പ്രിയമുള്ളവരെ, എവിടെയാണ് നമ്മുടെ ഹജ്ജ് ബാക്കി ഉണ്ടാവുക? എവിടെയാണ് നമ്മുടെ മറ്റു കർമ്മങ്ങൾ ഉണ്ടാവുക? ശിർക്കെന്ന ഗൗരവപ്പെട്ട, അള്ളാഹു ഒരിക്കലും പുറത്തു തരാത്ത, അതിലായി മരിച്ചാൽ ശാശ്വതമായി നരകത്തിൽ പ്രവേശിക്കുന്ന ആ തിന്മ ഒരാളിൽ സംഭവിച്ചു പോയാൽ എല്ലാ അമലുകളും പൊളിഞ്ഞു പോകും. എത്ര നഷ്ടത്തിലാണ് പലരും ഹജ്ജിനു വേണ്ടി പോകുന്നത്. എത്ര ഖേദകരമായ കാര്യമാണത്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഇഖ്ലാസ് കാത്തു സൂക്ഷിക്കുക എന്നത് വലിയ കാര്യമാണ്. നമ്മുടെ ഹജ്ജ് മബ്റൂറായ ഹജ്ജാവാൻ, പ്രിയമുള്ളവരെ, ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം എന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം. സുന്നത്തിനോട് യോജിച്ചത് രൂപത്തിലായിരിക്കണം നമ്മുടെ എല്ലാ അമലും, പ്രത്യേകിച്ച് ഹജ്ജ്. കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായി കാണാം സഹാബത്തിനോട്, ലിതഖുദു മനാസികക്കും, എന്നിൽ നിന്ന് ഹജ്ജ് കർമ്മങ്ങൾ നിങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഓരോന്നും നിങ്ങൾക്ക് കാണിച്ചു നൽകുന്നത്. അവിടുന്ന് അവസാനമായി സഹാബത്തിന് ഓരോന്നും കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവർ, നമ്മുടെ എല്ലാ ഇബാദത്തുകളിലും നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് നമുക്ക് മാതൃക. പ്രത്യേകിച്ച് ഹജ്ജ് കർമ്മത്തിലും ആളുകൾ പലതും തോന്നിയതുപോലെ നല്ലതല്ലേ എന്ന് വിചാരിച്ച് നാട്ടിൽ നിന്ന് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഹറമിൽ വെച്ചും പ്രവർത്തിക്കുക. അത് നല്ലതല്ലേ, അപ്പം അത് ചെയ്യാം. ഇത് നല്ലതല്ലേ, അതും ചെയ്യാം. അങ്ങനെയില്ല. ഹജ്ജിൻ്റെ കർമ്മങ്ങൾ എന്താണോ അത് മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഹജ്ജായിരിക്കണം നമ്മുടെ ഹജ്ജ്. നിസ്കാരം പോലെ, നോമ്പ് പോലെ, സകാത്ത് പോലെ, മറ്റുള്ള എല്ലാ ഇബാദത്തുകളും പോലെ ഹജ്ജിലും സുന്നത്തിനോട് പരിപൂർണമായി യോജിക്കുന്ന രൂപത്തിലായിരിക്കണം നമ്മുടെ കർമ്മം. അതല്ല എങ്കിൽ നമ്മുടെ ഹജ്ജ് മബ്റൂറാവുകയില്ല. പ്രിയമുള്ളവരെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. മൂന്നാമത്തെ ഹജ്ജ് മബ്റൂറാവാനുള്ള കാരണം, ഹജ്ജിലുടനീളം, നമ്മുടെ ജീവിതത്തിലുടനീളം വേണ്ട കാര്യമാണിത്. എന്നാൽ പ്രത്യേകിച്ച് ഹജ്ജിൻ്റെ വേളകളിലും അള്ളാഹുവിനെ സൂക്ഷിക്കുക, തഖ്വ പാലിക്കുക. കാരണം അള്ളാഹു ഹജ്ജുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ആയത്തുകളിലെല്ലാം അനേകം തവണ ആവർത്തിച്ച് തഖ്വ പറഞ്ഞതായി കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹജ്ജുമായി ബന്ധപ്പെട്ട ആയത്തുകൾ പറയുമ്പോൾ പറഞ്ഞു, വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വഅലമു, നിങ്ങൾ അറിയുക, അന്നല്ലാഹ ശദീദുൽ ഇഖാബ്, തീർച്ചയായും അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു. അതുപോലെ അള്ളാഹു ഹജ്ജുമായി ബന്ധപ്പെട്ട് യാത്രാ വിഭവങ്ങൾ ഒരുക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, വതസവ്വദു, നിങ്ങൾ സാദ് കൈക്കൊള്ളുക. ഹജ്ജിനു വേണ്ടി യാത്ര പുറപ്പെടുമ്പോൾ വിഭവങ്ങൾ കൈക്കൊള്ളുക. ആവശ്യത്തിനുള്ള സാധനങ്ങൾ, വസ്തുക്കൾ കൈകളിലേന്തുക. ഫഇന്ന ഖൈറ സാദി തഖ്വ, എന്നാൽ ഏറ്റവും നല്ല വിഭവം എന്നത് തഖ്വയാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വത്തഖൂനി, നിങ്ങൾ എന്നെ സൂക്ഷിക്കുക, യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ. അള്ളാഹു ഹജ്ജുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണിത്.
ഹജ്ജിൻ്റെ ആയത്തുകൾ പൂർത്തീകരിക്കുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ അള്ളാഹു പറഞ്ഞു, വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വഅലമു അന്നകും ഇലൈഹി തുഹ്ശറൂൻ, നിങ്ങൾ അറിയുക നിങ്ങൾ അള്ളാഹുവിലേക്കാണ് മടക്കപ്പെടുന്നത്. ഇങ്ങനെ സഹോദരങ്ങളെ, ഒരുപാട് സ്ഥലങ്ങളിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട് അള്ളാഹു തഖ്വ പറഞ്ഞതായി കാണാം. എന്താണ് തഖ്വ എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഓരോ കാലടിപ്പാടുകളും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് പാപങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അള്ളാഹുവിനുള്ള ഇബാദത്തുകൾ മാത്രമായിക്കൊണ്ട് അങ്ങനെ ജീവിക്കുന്നതിനാണ് തഖ്വ എന്ന് പറയുക. അത് ജീവിതത്തിലുടനീളം ഉണ്ടാവേണ്ടതാണ്. പ്രത്യേകിച്ച് ഹജ്ജിൻ്റെ കാര്യത്തിലും അള്ളാഹു ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. നാലാമത്തെ കാര്യം സഹോദരങ്ങളെ, നമ്മുടെ ഹജ്ജ് മബ്റൂറായി തീരാൻ നാം ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിൻ്റെ കിതാബിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും വന്നതുപോലെ റഫസ്, അത് ഉപേക്ഷിക്കുക. റഫസ് എന്നാൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടലാണ്, അതുപോലെ അതിൻ്റെ ബാഹ്യ കേളികളിൽ ഏർപ്പെടലാണ്. അത്തരം ഒരു കാര്യവും ഹജ്ജിൻ്റെ വേളയിൽ ഇഹ്റാമിലായിരിക്കുമ്പോൾ ഒരാൾക്ക് അനുവദനീയമല്ല. അതിൽ നിന്നൊരാൾ പരിപൂർണമായി വിട്ടുനിൽക്കണം. അതല്ല എങ്കിൽ ഹജ്ജ് മബ്റൂറാവുകയില്ല. അഞ്ചാമത്തെ കാര്യം സഹോദരങ്ങളെ, അൽ ഫുസൂഖ്, അധർമ്മം, അതിൽ നിന്ന് വിട്ടുനിൽക്കണം. പണ്ഡിതന്മാർ പറഞ്ഞു, അൽ ഫുസൂഖ് ഹുന, അൽ ഫുസൂഖ് അധർമ്മം എന്ന് പറഞ്ഞാൽ ഇവിടെ അസ്സയ്യിആത്ത്, തെറ്റുകൾ, തിന്മകൾ. പ്രത്യേകിച്ച് ഇഹ്റാമിലായിരിക്കുമ്പോൾ പാടില്ലാത്ത മഹ്ദൂറാത്തുകളായ നിഷിദ്ധമാക്കപ്പെട്ട ഹറാമാക്കപ്പെട്ട പല കാര്യങ്ങളുമുണ്ട്. അതെല്ലാം ഒഴിവാക്കണം. പൊതുവെ തിന്മകളിൽ നിന്ന് മാറി നിൽക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. ഇഹ്റാമിലായിരിക്കുമ്പോൾ ഹജ്ജിൻ്റെ വേളകളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു നിലക്കും തെറ്റുകൾ, പാപങ്ങൾ സംഭവിക്കാൻ പാടുള്ളതല്ല. അത് വാക്കുകളായാലും ശരി, പ്രവൃത്തികളായാലും ശരി. അങ്ങനെ ഒരാൾ റഫസോ ഫുസൂഖോ സംഭവിക്കാതെ ഹജ്ജ് നിർവഹിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റജഅ കമാ വലദത്ഹു ഉമ്മുഹു, അയാളുടെ ഉമ്മ അയാളെ പ്രസവിക്കുമ്പോൾ എങ്ങനെയാണോ അയാൾ ഉണ്ടായത് അതുപോലെ അയാൾ തിരിച്ചു മടങ്ങും. ശുദ്ധ പ്രകൃതിയിൽ ഒരു പാപവും ബാക്കിയില്ലാതെ അള്ളാഹു എല്ലാം പുറത്തു കൊടുത്ത രൂപത്തിലാണ് ഒരാൾ തിരിച്ചു മടങ്ങുക. ഈ രൂപത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചാൽ. ആറാമത്തെ കാര്യം സഹോദരങ്ങളെ, നമ്മുടെ ഹജ്ജ് മബ്റൂറായി തീരാൻ നാം ശ്രദ്ധിക്കേണ്ടത് അൽ ജിദാൽ, തർക്കം, അതൊഴിവാക്കണം. അള്ളാഹു പറഞ്ഞില്ലേ, വലാ ജിദാല ഫിൽ ഹജ്ജ്, ഹജ്ജിൻ്റെ വേളയിൽ ജിദാൽ, തർക്ക കുതർക്കങ്ങൾ പാടുള്ളതല്ല. പൊതുവെ എവിടെ വെച്ചും തർക്കമെന്നത് നമുക്ക് പാടില്ല. ആശയ സംവാദങ്ങളാവാം, ഒരാൾക്ക് കാര്യം പറഞ്ഞു കൊടുക്കലാവാം, അത് വിശദീകരിച്ചു കൊടുക്കലാവാം, അയാളുടെ ഭാഗം കേൾക്കലാകാം. പക്ഷേ തർക്കം ഉദ്ദേശിച്ചുകൊണ്ട് ഒരിക്കലും നാം ഇടപെടരുത്, സംസാരിക്കരുത്, പ്രത്യേകിച്ച് ഹജ്ജിൻ്റെ വേളയിൽ. കാരണം ഹജ്ജ് എന്നത് നേരത്തെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. അതെല്ലാം തിന്മകളായി ഭവിക്കും, നമ്മുടെ തർക്കങ്ങളും പ്രശ്നങ്ങളും കുതർക്കങ്ങളുമെല്ലാം. മറിച്ച് സഹോദരങ്ങളെ, ഓരോ ഹാജിയും സൽസ്വഭാവത്തിൻ്റെ ഉടമകളായിരിക്കണം. സൽസ്വഭാവം കൊണ്ട് തങ്ങളുടെ സ്വഭാവത്തെ അലങ്കരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം വ്യത്യസ്ത നാടുകളിൽ നിന്ന് വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള, പല ഭാഷകൾ സംസാരിക്കുന്ന ആളുകളായിരിക്കും. പലരും പല രൂപത്തിലായിരിക്കും. ചിലപ്പോൾ ഇഷ്ടപ്പെടുകയില്ല, ചിലപ്പോൾ തട്ടിപ്പോകും, ചിലപ്പോൾ മുട്ടിപ്പോകും, ചിലപ്പോൾ അറിയാതെ എന്തെങ്കിലും സംഭവിച്ചു പോകും. ആ സമയത്തെല്ലാം ക്ഷമയോടെ നല്ല സ്വഭാവത്തോടു കൂടി പെരുമാറുക എന്നത് ഹജ്ജ് മബ്റൂറാവാനുള്ള കാരണമാണ്. അതല്ലാതെ തൊട്ടതിനും എടുത്തതിനും ദേഷ്യം പിടിക്കുകയും ചൂടാവുകയും മോശമായ വാക്കുകൾ പ്രയോഗിക്കുകയും ചെയ്താൽ നേരത്തെ പറഞ്ഞ ഫുസൂഖിൽ അതുപെടും, അള്ളാഹു വിലക്കിയ ജിദാലിൽ അതുപെടും. നമ്മുടെ ഹജ്ജിനെ അത് സാരമായി ബാധിക്കും. പൊതുവെ ഉള്ള നിയമമാണിത്. എന്നാൽ ഹജ്ജിൻ്റെ കാര്യത്തിൽ പ്രിയമുള്ളവരെ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കണം. ജിദാൽ, തർക്കങ്ങൾ അതൊഴിവാക്കണം. പലരും അവിടെ എത്തിയാൽ നല്ല ഭക്ഷണം കിട്ടിയിട്ടില്ല, അതുപോലെ ട്രാവൽസുകാർ ശ്രദ്ധിച്ചില്ല, പല രൂപത്തിലുള്ള പരാതികളും പരിഭവങ്ങളും പ്രശ്നങ്ങളുമായിരിക്കും. ഇഹ്റാമിലായിരിക്കുമ്പോൾ, ഹജ്ജിലായിരിക്കും, ഇഹ്റാമിലായിരിക്കും, അപ്പോഴും പരാതികളും പ്രശ്നങ്ങളും തർക്കങ്ങളൊക്കെ ആയിരിക്കും.
പാടില്ല. പ്രിയമുള്ളവരെ, പരമാവധി നമ്മൾ ക്ഷമിക്കുക. നമുക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ, നമ്മുടെ അവകാശമാണെങ്കിൽ അത് നേടിയെടുക്കാൻ നമ്മൾ പിന്നീട് പരിശ്രമിക്കുക. ഇബാദത്തിൻ്റെ ഇടയിൽ, ഹജ്ജിൻ്റെ ഇടയിൽ, ഇഹ്റാമിൻ്റെ വേളയിൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് നമ്മുടെ ഹജ്ജ് ഫസാദാക്കി കളയരുത്. ഏഴാമത്തെ കാര്യം, കൂടെയുള്ളവരോട് ഇഹ്സാൻ ചെയ്യുക, നന്മകൾ ചെയ്യുക, അവരെ സഹായിക്കുക. ഒരുപാട് ആളുകൾ കൂടെ ഉണ്ടാകും, നാട്ടിൽ നിന്ന് പോയവരും അല്ലാത്തവരും ഒക്കെ നമ്മുടെ സഹോദരങ്ങളാണ്. അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അതല്ലെങ്കിൽ റബ്ബിനു വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന, ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്നും വന്ന നമ്മുടെ സഹോദരങ്ങളാണവർ. അതുകൊണ്ട് അവർക്ക് നന്മകൾ ചെയ്യുക എന്നത് പൊതു നിയമമാണ്. എല്ലാവരോടും നന്മ കാണിക്കുക എന്നത് പൊതു നിയമമാണ്, പ്രത്യേകിച്ച് വിശ്വാസികളോട്, മുസ്ലിമീങ്ങളോട്. അതിനേക്കാൾ പ്രത്യേകതയുണ്ട് ഹറമിൽ, ഹജ്ജിൻ്റെ വേളയിൽ, ഇഹ്റാമിലായിരിക്കുമ്പോൾ നന്മകൾ ചെയ്യാനും പരസ്പരം സഹായിക്കാനും ശ്രദ്ധിക്കണം. കാരണം അള്ളാഹുവിൻ്റെ ബൈത്ത് ലക്ഷ്യമാക്കി വന്ന ആളുകൾ, ഹജ്ജിന് വേണ്ടി വന്ന ആളുകൾ, ഉംറയ്ക്ക് വേണ്ടി വന്ന ആളുകൾ വഫ്ദുല്ലാഹ്, അള്ളാഹുവിൻ്റെ അതിഥികളാണ്. അവരല്ലാഹുവിൻ്റെ അതിഥികളാണ്, അള്ളാഹു ആദരിക്കുന്നവരാണ്, അള്ളാഹു ആദരിച്ചവരാണ്. അവരെ നമ്മൾ അപമാനിക്കരുത്, അവരെ നമ്മൾ പ്രയാസപ്പെടുത്തരുത്, അവരെ ഉപദ്രവിക്കരുത്. ഉപകാരമൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, ഉപദ്രവിക്കരുത്. ഇത് സഹോദരങ്ങളെ ഹജ്ജിൻ്റെ വേളയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നന്മകളിൽ പണ്ഡിതന്മാർ പ്രത്യേകം എണ്ണി പറഞ്ഞതാണ് ഭക്ഷണം കൊണ്ട് സഹായിക്കുക, വെള്ളം കൊടുത്ത് സഹായിക്കുക, ഒരാൾ വഴി ചോദിച്ചാൽ വഴി പറഞ്ഞു കൊടുക്കുക. ആ രൂപത്തിലുള്ള പൊതുവായി പഠിപ്പിക്കപ്പെട്ട അനേകം നന്മകളുണ്ട്. അതൊക്കെ അവിടെ പാലിക്കേണ്ടതാണ്, പാലിക്കാൻ സാധിക്കുന്നതാണ്. അതെല്ലാം നമ്മുടെ ഹജ്ജ് മബ്റൂറാക്കാൻ നമ്മെ സഹായിക്കും. എട്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, ഹജ്ജ് കർമ്മം എന്നത് പരിപൂർണമായി ഹലാലായ സമ്പത്ത് കൊണ്ടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഒരു ഹറാമും കലരാതെ പരിപൂർണമായ ഹലാലായ നമുക്ക് അനുവദിക്കപ്പെട്ട നമ്മുടെ സമ്പത്ത് കൊണ്ടായിരിക്കണം. ഒരാളുടെയും അന്യായമായ സ്വത്ത്, സമ്പത്ത്, പണം അത് നമ്മുടെ പണത്തിൽ കൂടിക്കലർന്നുകൊണ്ട് ഒരിക്കലും നമ്മുടെ ഹജ്ജ് നാം നിർവഹിക്കാൻ പാടില്ല. കാരണം ഇന്നല്ലാഹ ത്വയ്യിബുൻ, തീർച്ചയായും അള്ളാഹു വിശിഷ്ടനാണ് എല്ലാ അർത്ഥത്തിലും. അതുകൊണ്ട് തന്നെ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, വിശിഷ്ടമായതല്ലാതെ നല്ലതല്ലാത്തതൊന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല. എങ്ങനെയെങ്കിലും ചെയ്താൽ പോരെ എന്ന് നമ്മൾ വിചാരിക്കരുത്. മറിച്ച് ഹലാലായ സമ്പത്ത് നമ്മൾ ശ്രദ്ധിക്കണം. സക്കാത്ത് കൊടുക്കാത്ത പണമാണോ സമ്പത്ത്, ഹറാമായി. പൂഴ്ത്തി വെച്ച് സക്കാത്ത് ജീവിതത്തിൽ കൊടുക്കാതെ അതെല്ലാം കെട്ടിയെടുത്ത് ഹജ്ജിന് പോയാൽ ഹറാമായ സമ്പത്ത് അതിലുണ്ട്. പിടിച്ചു വച്ചത് മാത്രമല്ല, കൊടുക്കാത്തതും ഹറാമായ സമ്പത്തിൽപ്പെട്ടതാണ്. സക്കാത്തിൻ്റെ അവകാശികളുടെ അവകാശമാണ് നമ്മുടെ സമ്പത്തിൽ നിന്നുള്ള അവർക്കുള്ള ഓഹരി. അത് കൊടുക്കാതിരുന്നാലും നമ്മുടെ സമ്പത്തിൽ ഹറാമ് കലരും. അതല്ലാത്ത ബിസിനസ് മേഖലകളിൽ, കച്ചവട മേഖലകളിൽ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഹറാമായ ഒരു പൈസ പോലും ഇല്ലാത്ത രൂപത്തിലായിരിക്കണം പ്രിയമുള്ളവരെ പൊതുവെ നമ്മുടെ ജീവിതം. പ്രത്യേകിച്ച് മഹത്തായ ഹജ്ജിന് വേണ്ടി പോകുമ്പോൾ ആ കാര്യം നാം കൂടുതൽ ശ്രദ്ധിക്കണം. എന്നാലേ നമ്മുടെ ഹജ്ജ് മബ്റൂറാവുകയുള്ളൂ. ഒൻപതാമത്തെ കാര്യം സഹോദരങ്ങളെ, നമ്മുടെ ഹജ്ജ് മബ്റൂറായി തീരാൻ നാം ശ്രദ്ധിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്നുകൊണ്ട് ഒരുപാട് ഇബാദത്തുകളെ കുറിച്ച് ചോദിച്ചു. ആ ഇബാദത്തുകളിലെല്ലാം ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നത് ആർക്കാണ് എന്ന് ചോദിച്ചു. അതിലെല്ലാം അവിടുന്ന് പറഞ്ഞു, അക്സറുഹും ലില്ലാഹി തബാറക വ തആല ദിക്റ, അള്ളാഹുവിനെ ധാരാളമായി ദിക്ർ ചെയ്യുന്നവരാണ് അവരിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നവർ. നോമ്പിനെ കുറിച്ച് ചോദിച്ചു, നിസ്കാരത്തെക്കുറിച്ച് ചോദിച്ചു, സക്കാത്തിനെ കുറിച്ച് ചോദിച്ചു, ഹജ്ജിനെ കുറിച്ച് ചോദിച്ചു, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പോരാട്ടത്തെക്കുറിച്ച് ചോദിച്ചു. ഇതിലെല്ലാം സാധാരണ ഒരാളേക്കാൾ കൂടുതൽ പ്രതിഫലം ലഭിക്കുക എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, അതിലെല്ലാം അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നവർക്കാണ് കൂടുതൽ പ്രതിഫലം. അതുകൊണ്ട് തന്നെ ഹജ്ജിൻ്റെ വേളയിൽ നാവ് ദിക്റുകൾ കൊണ്ട് പച്ച പിടിപ്പിക്കാൻ ശ്രദ്ധിക്കണം. തൽബിയത്തും അതുപോലെയുള്ള ദിക്റുകളുമൊക്കെ നമ്മുടെ നാവുകളിൽ നിരന്തരം ഉണ്ടായിരിക്കണമെന്നത് സഹോദരങ്ങളെ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുന്ന ഹജ്ജായി നമ്മുടെ ഹജ്ജ് മാറിയാൽ
അത് മബ്റൂറായ ഹജ്ജായി തീരും എന്നതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. റബ്ബ് സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ഹജ്ജ് അത് മബ്റൂറായ അള്ളാഹു സ്വീകരിക്കുന്ന ഹജ്ജായി തീരാൻ നാം ശ്രദ്ധിക്കേണ്ട 10ാമത്തെ കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആയത്തിൻ്റെ ഭാഗമാണ്. സൂറത്തുൽ ഹജ്ജിലൂടെ അള്ളാഹു പറഞ്ഞു, ഹജ്ജിനു വേണ്ടി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വിളിക്കാൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞു, ലിയഷ്ഹദു മനാഫിഅ ലഹും. ഹജ്ജ് കർമ്മത്തിൽ അവർക്ക് ഉപകാരപ്രദമായ, അവർക്ക് പ്രയോജനപ്പെടുന്ന ധാരാളം കാര്യങ്ങൾക്ക് അവർ സാക്ഷികളായി തീരുവാൻ വേണ്ടിയാണ്. അവിടെ എല്ലാം അവർ സന്നിഹിതരായി തീർന്നാൽ ഹജ്ജിൽ ലഭിക്കുന്ന അനേകം പ്രയോജനങ്ങൾ, ഉപകാരങ്ങൾ അവർക്ക് കണ്ടറിയാൻ സാധിക്കും. ഹജ്ജ് എന്നത് സഹോദരങ്ങളെ ഒരുപാട് ഉപകാരപ്രദമായ കാര്യങ്ങൾ കൊണ്ട് സമൃദ്ധമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഒന്നാമത് പറഞ്ഞ കാര്യം, ഇഖ്ലാസ്, തൗഹീദ്. ഹജ്ജിലുടനീളം അള്ളാഹുവിൻ്റെ ഏകത്വമാണ് വിളംബരം ചെയ്യപ്പെടുന്നത്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിൻ്റെ വിളിക്ക് ഉത്തരം നൽകി ഞാനിതാ വന്നിരിക്കുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് ഓരോ കർമ്മങ്ങളും അള്ളാഹുവിന് വേണ്ടി മാത്രം, റബ്ബിൻ്റെ നാമം മാത്രം ഉച്ചരിക്കപ്പെട്ടുകൊണ്ട് അങ്ങനെ പരിപൂർണമായി തൗഹീദിൽ അധിഷ്ഠിതമായിക്കൊണ്ടാണ് ഹജ്ജ് കർമ്മമുള്ളത്. അത് വലിയ ഉപകാരപ്രദമായ കാര്യമാണ്. അവിടെ പോയാലാണ് പലർക്കും മനസ്സിലാവുക നാട്ടിലുള്ള ജാറങ്ങളും ദർഗകളും മക്ബറകളുമെല്ലാം ഇവിടെയുള്ള ആളുകൾ പടച്ചുണ്ടാക്കിയതാണ് എന്നത്. ഹജ്ജ് കർമ്മങ്ങളിൽ എവിടെയും ഒരു സ്ഥലത്ത് പോലും യാ ഇബ്രാഹിം എന്ന വിളിയില്ല, യാ ആദം എന്ന വിളിയില്ല, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വിളിയില്ല. എല്ലാ സ്ഥലത്തും അല്ലാഹുവേ, അല്ലാഹുമ്മ, റബ്ബി, ഇത് മാത്രമാണ് നിറഞ്ഞു നിൽക്കുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന തക്ബീർ ധ്വനികളാണ് മുഴങ്ങി നിൽക്കുന്നത്. തൗഹീദ് അതിൻ്റെ ഏറ്റവും നല്ല പരിമളം ആ നാട് മുഴുവനും അടിച്ചു വീശുന്നത് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. ഹജ്ജ് കർമ്മത്തിലുടനീളം അതിൻ്റെ ആസ്വാദനം ഓരോ മുവഹിദിനും ലഭിക്കും. അത് വലിയ കാര്യമാണ്. അതുപോലെ സഹോദരങ്ങളെ, ഓരോ ഇബാദത്തും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെയാണ്. ഒന്നും നമ്മുടെ ഇഷ്ടത്തിനല്ല. അതെന്തേ അങ്ങനെ എന്ന് ഒരാൾ പോലും ചോദിക്കുകയില്ല. ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ ആ വസ്ത്രത്തിൻ്റെ കാര്യം മുതൽ അങ്ങോട്ട് ഓരോ ഇബാദത്തും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. എവിടെ ചെയ്യണം, എവിടെ ചെയ്യരുത്, എവിടെ നടക്കണം, എവിടെ ഒരൽപ്പം വേഗത്തിൽ നടക്കണം, എവിടെ വസ്ത്രത്തിൻ്റെ രൂപം ഇങ്ങനെ ആയിരിക്കണം, എവിടെ കുറേ നേരം ചിലവഴിക്കണം, അവിടെ എന്ത് ചൊല്ലണം, എല്ലാം എല്ലാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ജീവിതത്തിലുടനീളം ഉപകാരപ്രദമായ മഹത്തായ ഗുണപാഠമാണത്. അതുപോലെ സഹോദരങ്ങളെ, ഹജ്ജുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന ഒരുപാട് ഗുണപാഠങ്ങൾ നേരത്തെ പറഞ്ഞ സൽസ്വഭാവവും തർക്കങ്ങൾ ഒഴിവാക്കലും അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലും, അങ്ങനെ ജീവിതത്തിലുടനീളം ഒരാൾക്ക് തിരിച്ചു വന്നാൽ ഏറ്റവും നല്ല ജീവിതം ജീവിക്കാൻ മാത്രമുള്ള ഗുണപാഠങ്ങൾ ഹജ്ജിലൂടെ ലഭിക്കും. തിരിച്ചു വന്നാൽ പിന്നെ പഴയ ജീവിതത്തിലേക്ക് ദൗർഭാഗ്യവാന്മാരല്ലാതെ മടങ്ങിപ്പോവുകയില്ല. കാരണം അതിനു മാത്രം ഗുണങ്ങളാണ്, ഗുണപാഠങ്ങളാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. ഈ 10 കാര്യങ്ങൾ സഹോദരങ്ങളെ പരിപൂർണമായി ശ്രദ്ധിക്കാൻ, പാലിക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ
മബ്റൂറായ ഹജ്ജ് ചെയ്ത് മടങ്ങി വരാൻ അയാൾക്ക് സാധിക്കും. അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഹജ്ജ് കർമ്മത്തിനു വേണ്ടി പോയവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ മനസ്സിൽ നിയ്യത്തുണ്ടാവുക. അതൊക്കെ പണക്കാർക്ക് പറഞ്ഞല്ലേ, നമുക്കൊന്നും പറ്റൂലല്ലോ നമ്മൾ വിചാരിക്കരുത്. നമ്മുടെ മനസ്സിൽ നിയ്യത്തുണ്ടായിരിക്കണം. അല്ലാഹു റബ്ബുൽ ആലമീൻ അതിലേക്ക് നമ്മെ എത്തിക്കും. എത്ര പണം എന്തിനൊക്കെ നമ്മൾ ചിലവഴിക്കുന്നു, അതുകൊണ്ട് നമ്മുടെ നിയ്യത്തുണ്ടായിരിക്കണം. അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ ആരോഗ്യമുള്ള കാലത്ത് ഹജ്ജ് നിർവഹിക്കാൻ പോകണം എന്ന നിയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടാവണം. അതിനുവേണ്ടി പരിശ്രമിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ സമ്പത്തിൽ നിന്ന് മാറ്റിവെക്കാൻ, നീക്കിവെക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും പരിപൂർണമായ അവനുള്ള ഇബാദത്തുകൾ ചെയ്യാനും അത് അള്ളാഹു സ്വീകരിക്കാനും ആത്മാർത്ഥമായി സഹോദരങ്ങളെ നമ്മൾ ദുആ ചെയ്യുക. അള്ളാഹു റബ്ബുൽ ആലമീൻ ഹജ്ജിനു വേണ്ടി പുറപ്പെട്ടു പോയിട്ടുള്ള, ഇനി പോവാനിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് മബ്റൂറായ ഹജ്ജ് ചെയ്ത് മടങ്ങി വരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇഹ്റാമിലായി, തൽബിയത്തിലായി അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ചെന്ന് കയറാൻ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മിലെ രോഗികൾക്ക്, പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്ക്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾക്ക് അവരുടെ രോഗങ്ങളും പ്രയാസങ്ങളും നീക്കിക്കൊടുക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അല്ലാഹുമ്മഗ്ഫിർ ലനാ വർഹംനാ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. اللهم دمر أعداءك وأعداء الدين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. اللهم إنا نسألك الهدى والتقى والعفاف والغنى. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.